അപ്പോ ഭാവിയിൽ ദാമ്പത്യ ജീവിതത്തിന് പ്രശ്നമാവുമെന്ന് കരുതിയാണ് അപ്പുണ്ണി നേരത്തെ സുഹൃത്തുക്കളെ വേണ്ടെന്ന് വെച്ചു. വേണ്ടെന്ന് വെച്ച്. എന്റെ അപ്പുണ്ണി എന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല. ഞാൻ സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ ഒരുക്കമല്ല. പാപ്പ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ. പാപ്പ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന ഉമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി പോവില്ലേ? അവളെന്തിനാ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? വീട്ടിനകത്ത് TV ഇരിപ്പില്ലേ? അവൾക്ക് അതും കണ്ടോണ്ടിരുന്നൂടെ? അപ്പൊ മജീക്കപ്പ എന്തിനാ പോകണേ? അതെ, സുലുവിനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോകണം. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറ്റുന്നില്ല. അപ്പൊ അവിടെ TV ഉണ്ടല്ലോ, TV കണ്ടിരുന്നാ പോരെ? അല്ല, അവിടെ TV കണ്ടിരുന്നാ മതി. സുൽത്താത്തെ സമയമാകുമ്പോ അങ്ങോട്ട് വന്നോളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞ മജീക്ക, സ്നേഹത്തിൽ പോയിട്ട് ആ സുൽത്താത്തോട് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടോ നോക്ക്. അല്ലാണ്ട് ഇങ്ങനെ വാശി പിടിച്ചൊന്നും സുൽത്താത്ത വരില്ല അല്ലേ? ഇത് ഷൈന, എന്താ നീ സംസാരിച്ചായിരുന്നോ ഉമ്മായോട്? എന്റെ വാപ്പ ഉമ്മ രണ്ടും കൽപ്പിച്ച അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഭയങ്കര ദേഷ്യത്തില. വാപ്പ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ചെല്ല്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉമ്മയോട് സംസാരിച്ചിട്ട് വാപ്പയെ വിളിക്കാം. അപ്പൊ വന്നാ മതി. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ സുലുവിനോട് യാത്ര പറഞ്ഞിട്ട് പോവാം. അയ്യോ, യാത്ര പറയാനും നിക്കണ്ട, ദേഷ്യം കൂടത്തേ ഉള്ളൂ. ചെല്ല്. പോകാം. അതെ, ആ ചെമ്പിന്റെ പക്കത്ത് പിടിച്ചേ. അല്ല, അപ്പുണ്ണിക്ക് പിടിച്ചാലെന്താ? എന്റെ ഊരെ വിളിക്ക് നിൽക്കണേ, എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. ഇവിടെ വന്നല്ലേ, ഒരു കാര്യം പിടിച്ചാ മതി. അയ്യോ, ഇവിടെ പോരെ, സംസാരിക്കണേ. വാ നന്ദിനിയേ, രമണിയേ, ഭാഗ പോരെ. ഇതിപ്പോ എന്ത് സംസാരിക്കാനാണാവോ? ഇതെങ്ങോടെ കൊണ്ടുപോകണേ? എന്താണ് കേൾക്കണ്ടെന്ന് കരുതിയാ മാറി നിന്ന് സംസാരിക്കാൻ വിചാരിച്ചത്. എന്നാ പിന്നെ കാര്യം പറ. നീ ഇല്ലേ ഇത്താത്തനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അത് കുറച്ചേ കിട്ടോ. ഇത്താത്ത പോയിക്കോട്ടെ, വീട്ടിൽ പോയിക്കോട്ടെ. അതാണോ കാര്യം? ഉമ്മ എന്തായാലും വന്നല്ലേ, 2 ദിവസം നിന്നിട്ട് പോയിക്കോട്ടെ. അത് അപകടമാണ് കുട്ടിയോ. ഇത്താത്ത അവിടെ അലിയനോട് വഴക്ക് കൂടിയിട്ടാ വന്നതെന്ന് എനിക്കറിയില്ലേ? എന്റെ മാമ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കമായിരിക്കും, അതങ്ങ് മാറിക്കോളും. നിനക്ക് ഇത്താത്തന്റെ സ്വഭാവം അറിയില്ല. ഇത്താത്ത വഴക്ക് തുടങ്ങിയാ പിന്നെ നിർത്തേയില്ല. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? പണ്ട് പള്ളിപ്പെരുന്നാളിന് പോയിട്ടേ ഒരു ചോന്ന സാരി വാങ്ങിക്കൊടുത്ത്, ആ ചോന്ന സാരിയിലെ ചോപ്പ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നോട് 2 കൊല്ലാണ് മിണ്ടാണ്ട് കിടന്നത്. സാരിയുടെ കളർ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും ആരോടെങ്കിലും മിണ്ടാതിരിക്കോ മാമ? ആരും മിണ്ടാണ്ടിരിക്കില്ലല്ലോ. ഇല്ല. പക്ഷെ ഇത്താത്ത മിണ്ടാണ്ടിരിക്കൂ. അതുപോലെ തന്നെ നമ്മളെ ഗാദർമാമേനെ അറിയില്ലേ? സിദ്ദിഖേടെ ഗാദർമാമേനെ മോളെ കല്യാണത്തിന് മൈലാഞ്ചിട ഏൽപ്പിച്ച് ഇത്തേനെയായിരുന്നു. ഒരവസാനം ഇത്തേനോട് പറയാണ്ട് മാറ്റി വേറെ ആളെ ഏൽപ്പിച്ചു. നീ ഇത്ത കല്യാണത്തിന് പോയില്ല, പോട്ടേന്ന് വെക്ക. ഗാദർമാമ മയ്യത്താകുന്നവരെ ഗാദർമാമയുടെ മിണ്ടിയിട്ടില്ല. മയ്യത്തായിട്ട് ബോഡി കാണാൻ പോലും ഇത്ത പോയിട്ടില്ല. പക്ഷെ പോയി 3-ാം ദിവസം ഫാത്തികയുടെ ബിരിയാണി കഴിക്കാൻ. അക്കാര്യത്തിൽ നാണവന്മാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് മോളെ, ഞാൻ സ്നേഹത്തോടെ പറയാണ്, ഉപ്പയുടെ ഉമ്മയുടെ ഈ വഴക്കിനെ നീ പ്രോത്സാഹിപ്പിച്ചാൽ നീ നാളെ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. മാമ, ഉമ്മയ്ക്ക് ഇത്രയും സ്വഭാവ വിശേഷതയുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനിയും കുറെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അയ്യോ, അങ്ങനെയാണെങ്കിലേ ഇത് പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ഡേഞ്ചർ ആവുമല്ലോ. പിന്നെ വേണം, പോയിക്കോട്ടെ, വീട്ടിലേക്ക് പോയിക്കോട്ടെ. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞങ്ങ് വിട് കേട്ടോ, മനസ്സിലായില്ലേ? ശരി എന്നാലും. പിന്നെ ഞാൻ ഈ കാര്യമൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കലും ഉമ്മ അറിയരുത്, മനസ്സിലായില്ലേ? അറിഞ്ഞാലെന്താ എന്നോട് മിണ്ടില്ല. പിന്നെ ഞാൻ പറയില്ല, പക്ഷേ തഞ്ചത്തിൽ ഞാൻ ഉമ്മയോടൊന്ന് സംസാരിച്ചോളാം. അത് മതി കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ എന്നാല്. ഷൈന, 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 എന്താ വാപ്പ? ഷൈന, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാറുണ്ട്. അതിനു മുമ്പേ എനിക്കും വാപ്പയോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കാനുണ്ട്. അത് പിന്നെ സംസാരിക്കാം. ആദ്യം ഞാൻ പറയുന്നത് നീ കേക്ക്, അത് കഴിഞ്ഞ് നിനക്ക് സംസാരിക്കാം. എന്നാ വാപ്പ പറ. അത് നീ അവളെ ഒന്ന് വിളിച്ചേ. എവളെ? അല്ല, അവളെ ഒന്ന് വിളിക്ക്. ആരേന്ന്? സുലുവിനെ ഒന്ന് വിളിക്ക്. അത് വാപ്പയ്ക്ക് എന്നെ അങ്ങ് വിളിച്ചാ പോരെ? ഷൈന, മര്യാദയ്ക്ക് വിളിക്കുന്നുണ്ടോ നീ? അതെ വാപ്പ, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കോംപ്രമൈസ് ചെയ്യാനാണെങ്കിലേ ഞാൻ ഉമ്മയോട് കൊറേ പറഞ്ഞു നോക്കി, ഉമ്മ കേൾക്കണില്ല. കേൾക്കാതിരിക്കാൻ അവളെ ചേട്ടിന് വല്ല കുഴപ്പമുണ്ടാ? അതെനിക്ക് അറിഞ്ഞൂടാ, വേണമെങ്കിൽ വാപ്പയെന്ന് പറഞ്ഞു നോക്ക്. അല്ല, അപ്പൊ നീ വിളിക്കൂല? ഞാൻ വിളിക്കൂല. ശരി, ഞാൻ വിളിക്കാം. വിളിക്ക്. സുലു, എടി സുലു, സുലു, പെരക്കകത്ത് കയറി ഒളിച്ചിരിക്കാതെ വെളിയിലോട്ട് ഇറങ്ങി വാടി. സുലു, ഒന്നുമില്ല, പോട്ടെ, പിന്നെ വരാം. എന്തോന്ന്? മാന്യമാര് താമസിക്കുന്ന വീടാ, ഇവിടെ കിടന്നിങ്ങനെ അലമുണ്ടാക്കരുത് കേട്ടോ.
മാന്യന്മാര് താമസിക്കുന്ന ഈ വീട്ടിൽ നിനക്കെന്താണ് കാര്യം? നാണം മാനം ഉണ്ടെങ്കിൽ ഇറങ്ങി പോടി ഈ വീട്ടിൽ നിന്ന്. എനിക്കിപ്പോ വരാനേ സൗകര്യമില്ല. നിനക്ക് സൗകര്യം ഇല്ലെങ്കിൽ നിന്റെ കർണക്കുറ്റി വഴി 2 തന്നിട്ട് നിന്നെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എനിക്ക് അറിയാടി. ആയടി നിന്നെ നാട്ടുകാരെ ഓടിവായോ, തല്ലിക്കൊള്ളുന്നേ. അയ്യോ നാട്ടുകാരെ ഓടിവായോ. സത്യം എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ? ആളുണ്ട്, ചുമ്മാ പറയണേ, ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇല്ലില്ല, എനിക്ക് ആരുമില്ല. എന്ത് പണിയാ കാണിച്ചേ? ഞാൻ തൊട്ടില്ല. എന്താ പ്രശ്നം? കാര്യം പറ, എന്താ? അയ്യോ ഈ കേണ്ടല്ലോ എന്നെ മാനസികവും ശാരീരികമായിട്ട് പീഡിപ്പിച്ചു. നമസ്തേ സാറാ മാഡം. ഇപ്പൊ കാലൊക്കെ എങ്ങനെയുണ്ട്? വേദനയൊക്കെ കുറവുണ്ടോ? എന്റെ കാലിന്റെ വിശേഷം ഞാൻ പിന്നെ പറയാം. ഇവിടെ എന്താ ശരിക്കും സംഭവിച്ച പറ. ഞാൻ പറഞ്ഞില്ല എന്നെ പീഡിപ്പിച്ചു. എനിക്ക് വയ്യേ. ഡൊമസ്റ്റിക് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ നോൺ ബെയിലബിൾ ഓഫൻസ്. യെസ് മാഡം. എന്താ മജീദ്, അത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തൊരു വീടല്ലേ? അതെ. ആ ഒരു മര്യാദ കാണിക്കണ്ടേ? അത് ഞാനൊന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ട് ഞാൻ തൊട്ടിട്ടില്ല. പിന്നെ ഇതൊന്നും ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവത്തില്ല. ഞാൻ ഇപ്പൊ തന്നെ വനിതാ കമ്മീഷനെ വിളിക്കാൻ പോവാ. അയ്യോ മാഡം, വനിതാ കമ്മീഷൻ വിളിക്കല്ലേ മാഡം. അല്ല അതെ മേഡം, ഒരു മിനിറ്റ് ഞാനൊന്ന് പറയുന്നേ വെക്കുവോ? നമുക്കേ പുള്ളി ഒന്ന് വിരട്ടി വിടാം, ചിലപ്പോ നന്നായാലോ. പിന്നെ എന്റെ പൊന്നു സുലു, സ്ത്രീകൾക്ക് അഗൻസ്റ്റ് ആയിട്ട് ഒരുപാട് അതിക്രമങ്ങൾ നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിലല്ലേ സുലു ഇപ്പൊ താമസിക്കുന്നത്. അവിടെ വെച്ച് തന്നെ ഒരു സ്ത്രീക്ക് അതിക്രമം നേരിടാന്ന് വെച്ചാൽ ഞാനത് വെച്ച് ഓർപ്പിക്കത്തില്ല. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കും. അല്ല അതല്ല, അതെ നോക്കൂ സാറാ മാഡം, നോക്കൂ അതെ, നമുക്ക് ആദ്യം സമാധാനത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇങ്ങനോട് സമാധാനം വല്ല ഓതിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല ഞാൻ ഒന്ന് ശ്രമിച്ചോട്ടെ. ഒന്നുകൂടെ വന്നേ മജീദ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അല്ല ഇല്ല, അങ്ങോട്ട് വായോ. ഈ സാറാ മാഡം വെറുതെ ദ കിങ് സിനിമയിലെ ഡയലോഗ് പറഞ്ഞ് പേടിപ്പിച്ചു. മനസ്സിലാവും. പോട്ടോ പങ്കജാക്ഷ സംസാരിക്കാൻ പോയിരിക്കല്ലേ, പോയിട്ട് വരട്ടെ, നമുക്ക് നോക്കാം. നിർത്തനുമ്മ. സാറാ മേഡം വന്നിട്ട് ചേരായല്ലേ, മോള് ചായ എടുത്തോട്. ഒക്കെ പുഴുവരിച്ച് കളയാണല്ലോ. ഒന്ന് വിട്ടേ. അല്ല ഇങ്ങോട്ട് വായോ, പറയട്ടെ. വായ മജീദ്, വിട്. വാ വാ. ഇതെന്താ മജീദ് ഖാനെ പശുവിനെ വലിച്ചോണ്ടിരുന്നേ? നീ ഇവിടെ ഉണ്ടോ? ആ എന്റെ അപ്പുണ്ണേ, പാണ്ടിലോറിന്റെ മുമ്പിൽ നിന്ന പോക്കാച്ചി തവളേനെയാണ് ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടിരുന്നത്. ഇപ്പൊ ആരാ പോടെ പാണ്ടിലോറി? ആരാ പോക്കാച്ചി തവള? മജീദ് ഖാൻ പോക്കാച്ചി തവള? അപ്പുണ്ണി എന്റെ വായിരിക്കുന്ന കേൾക്കരുത്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ആ സാറാ മേഡത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നെളിഞ്ഞു നിന്നിരുന്നേ? സാറാ മേഡത്തിന് മുന്നിൽ പോയി പെട്ടോ? പെട്ടത് പോട്ടെ, അവര് എന്തു സഹിക്കും. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അത് അവര് വെച്ചു ഉറപ്പിക്കില്ല. അതിന് ആരും അതിക്രമം കാണിച്ചു? ഞാൻ സുലുവിനെ കാര്യങ്ങൾ സമാധാനമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. അവരുടെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ അതിക്രമങ്ങളാണ്. അതിക്രമമല്ല, അവർക്ക് പ്രാന്താണ്. അവർക്ക് പ്രാന്താണോ അല്ലേ എന്നുള്ളതല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം. ഞാനൊരു കാര്യം മജീദ് കടർത്ത് പറയട്ടെ, എത്രയും പെട്ടെന്ന് ഉള്ള ജീവൻ കൊണ്ട് വീട് പിടിക്കാൻ നോക്ക്. അതെ, പങ്കിയമ്മാവൻ സാറാമ്മ മേടത്തോടൊന്നും സംസാരിക്കും. ഞാൻ സംസാരിച്ചാലൊന്നും ഒരു കാര്യം നടക്കില്ല മജീദ് കാ. മജീദ്, ഈ സാറാ മേഡത്തോട് ഞാൻ സംസാരിക്കണോ? അപ്പുണ്ണി പറഞ്ഞാ കേക്കൂ? ആ കേൾക്കും. അവരുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കും. പങ്കിമാവാ, ഇത്രയും സങ്കടത്തിലാണ് ഈ മജീദ് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്ക്. ഈ സങ്കടത്തിലിരിക്കുമ്പോ പലഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താ? പലഹാരമല്ല, പരിഹാരം. എന്തെന്നപ്പ പറയാ മജീദ് കാ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ സങ്കടങ്ങൾ അറിയാത്ത ആളല്ലല്ലോ പടച്ചോൻ. നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് നിങ്ങൾ പടച്ചോനോട് പറയും. പടച്ചോൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും. അത്ര ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. ഹലോ, ഞാൻ വരാം. ഇല്ല അത് സാറാ മേഡം ഇപ്പൊ വേറൊരു കാര്യം ഡീൽ ചെയ്തോണ്ടിരിക്കുക. ഞാൻ വരാം. ശരി. ആയിക്കോട്ടെ. അതെ, പങ്കിമാവൻ പറഞ്ഞ നേര്.
മജീക്കന്റെ കൂടെ ഇനി പടച്ചോ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പടച്ചോൻ എൻ്റെ കുടുംബ പ്രശ്നം തീർക്കല്ലേ ജോലി. പടച്ചോ എന്നാലും എൻ്റെ പടച്ചോനെ. എന്തായാലും സാറാമ്മ മേഡത്തെ ഒന്നുകൂടെ ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അതേ ഇനി അവിടെ പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട കേട്ടോ. പ്രശ്നം ഉണ്ടാക്കാനല്ല, ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. ആ അത് നല്ലതാ. എന്നാ പോരെ. എങ്ങോട്ട്? അങ്ങോട്ട്. ഞാൻ വരുന്നില്ല. സാറാമ്മ ഇവിടെ എന്നെ ആളുകൾ മുമ്പ് വെച്ച് ചീത്ത പറയും. അതെ ഒറ്റയ്ക്ക് ഇവിടെ അങ്ങനെ നിൽക്കണ്ട. ഞാനിന്ന് ഒറ്റയ്ക്കാണല്ലോ അപ്പുണ്ണി. മോളുണ്ടായിരുന്നു, അവള് നിക്കാഹ് കഴിച്ചു പോയപ്പോ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഒരു നിക്കാഹ് കഴിക്കാൻ തീരുമാനിച്ചത്. ഒരു കൂട്ടാവുമല്ലോ, ഒറ്റയ്ക്കാവൂലല്ലോ എന്നൊക്കെ സ്വപ്നം കണ്ട് നിക്കാഹ് കഴിച്ച ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എങ്ങനെയാണ്? വള്ളി തൂങ്ങി അങ്ങ് മുകളിലോട്ട് പോയാ. ആഹാ, ഞാൻ ആരോട് എന്തിന്? ഡെയിലി ന്യൂസ് പേപ്പറിലും ന്യൂസ് ചാനലിലും ഒക്കെ നമ്മൾ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കാണാറുള്ളതല്ലേ? ആ അതെങ്ങനെയാ? ഈ വീട്ടിൽ ന്യൂസ് ചാനൽ അലർജിയാണല്ലോ. അതെന്താ നിങ്ങൾ എന്നെ നോക്കി പറയുന്നത്? ഞാൻ സീരിയൽ കാണുന്നോണ്ടാണോ നാട്ടിൽ അതിക്രമങ്ങൾ നടക്കുന്നത്? അയ്യോ, ഇത് നാട്ടിൽ നടന്ന അതിക്രമത്തെ കുറിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ വീടിനകത്ത് നടന്ന അതിക്രമത്തിനെ കുറിച്ചാ. അല്ല മാഡം, ഇതൊരു നിസ്സാര പ്രശ്നമായിട്ട് കണ്ടാ പോരെ? എനിക്കിതാണ് മനസ്സിലാവാത്തത്. ഷാഹിന, നമ്മൾ സ്ത്രീകൾ തന്നെ ഒരു സ്ത്രീയുടെ ശത്രുവായിട്ട് മാറരുത്. നിങ്ങൾ ഈ പ്രശ്നത്തെ ഒന്നും അത്ര നിസ്സാരവൽക്കരിച്ച് കാണരുത്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലേ മധ്യപ്രദേശിലാ അവിടെ ഇതുപോലെ പ്രശ്നങ്ങൾ പുറത്തു പറയാൻ മടിച്ചു നിന്ന സ്ത്രീകളെ എത്ര സ്ത്രീകളെയാണ് ഞാൻ രക്ഷിച്ചെടുത്തതെന്ന് അറിയാവോ? എങ്ങനെയാ മണം രക്ഷിച്ച്? ഒന്നുമില്ല, ആ സ്ത്രീകളെയൊക്കെ ഞാൻ ബോധവൽക്കരിച്ച് ആ സ്ത്രീകളെ കൊണ്ട് അവരുടെ ഭർത്താക്കന്മാർക്ക് അഗൻസ്റ്റ് ആയിട്ട് കേസ് കൊടുപ്പിച്ച് ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുത്തു. ആ അത്രയും കുടുംബങ്ങൾ നശിപ്പിച്ച് കുളം തോണ്ടിന്നർത്ഥം. ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ. അതെ, ഡിവോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണെന്നൊക്കെ ചിന്തിക്കുന്ന നിങ്ങളുടെ ഈ ചിന്താഗതി ഉണ്ടല്ലോ, അത് ആദ്യം മാറ്റണം. ഡിവോഴ്സ് ഇസ് എ സൊല്യൂഷൻ. സുലു. യെസ് മാഡം. ആ കേട്ടോ, സുലുവിന് വരെ കാര്യം മനസ്സിലായി. എന്താ പറഞ്ഞേ? ഉമ്മ വിവാഹമോചനം ചെയ്യണമെന്ന്. അയ്യോ, എനിക്ക് വിവാഹമോചനം വേണ്ട. എനിക്ക് എന്റെ ഇക്ക വേണം. ഇക്കയുള്ളത് എനിക്ക് ജീവിക്കാൻ പറ്റൂല മാഡം. സുലു, നിങ്ങൾ ഇങ്ങനെ വേട്ടക്കാരനൊപ്പം നിൽക്കരുത് സുലു. അയ്യോ, വേട്ടക്കാരനല്ല, എന്റെ ഇക്ക, എന്റെ മജീദിക്ക. ഇതിനാ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? സുലു, സുലുവിന് ഡിവോഴ്സിന് വേണ്ടുന്ന എല്ലാ നിയമസഹായങ്ങളും ഞാൻ ചെയ്തു തരും. അയ്യോ മാഡം, ഞാൻ ചുമ്മാ ഇക്കയോടൊന്ന് വഴക്കിട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് വഴക്കിടാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് വിവാഹമോചനം ഒന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. സുലുവിന് ഒരു പരാതി ഇല്ലെങ്കിലും എനിക്ക് സ്വയമേ ഒരു പരാതി കൊടുക്കാൻ പറ്റും. അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതെ, ഇതൊരു പബ്ലിക് ന്യൂസൻസാ. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇവർക്ക് പരാതി ഇല്ലെങ്കിൽ എനിക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. ആ സുലു, ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു തരാം. അയ്യോ, എനിക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് പറ മാഡം, നമുക്ക് ഡിവോഴ്സ് വേണ്ട. പറ്റത്തില്ല. സീതേച്ചി, എനിക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് പറ. അതെന്താ ഇപ്പൊ കാണിച്ചേ? അനുഭവിച്ചോന്ന്. അയ്യോ മാഡം, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇക്ക എന്നെ തല്ലിയില്ലായിരുന്നു മാഡം. കൈ ഇങ്ങനെ പൊക്കിയിട്ടേ ഉള്ളായിരുന്നു. കൈ പൊക്കിയില്ലേ? മതി. ഡിവോഴ്സ് കേസ് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ കാരണങ്ങൾ ഒന്നാണ്, അതെ, സ്ത്രീകളുടെ അനുവാദം ഇല്ലാതെ അവരുടെ ശരീരത്തിൽ തൊടാൻ ഒരാൾക്കും അനുവാദം ഇല്ല. അയ്യോ ഇല്ലേ? ഇല്ല. എന്റെ റബ്ബേ, എപ്പോഴാണോ ഇക്കയ്ക്ക് കൈ പൊക്കാൻ തോന്നിയത്? അയ്യോ, ഞാൻ തീരുമാനമാക്കി തരാം. അതെ, കിടന്ന് നിലവിളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഞാൻ ഇറങ്ങാം, ഇത് കയറി വരുമെന്ന്. നല്ല നാരങ്ങാവെള്ളമായിരുന്നേ. എന്നാ ശരിയാക്കി തരാം. ഇന്ന് തന്നെ വിളിച്ചെല്ലാം ശരിയാക്കി തരാം. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണ്ടേ? അല്ല, എനിക്ക് ഈ കാര്യത്തിലൊന്നും ആലോചിക്കാനില്ലല്ലോ. അല്ല, ഞാൻ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഞാൻ വെച്ച് പൊറുപ്പിക്കത്തില്ല. റെഡി, അതിനുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി. അല്ല മാഡം, ഒന്നും കൂടെ. അയ്യോ, ഞാനതൊന്നും ആലോചിക്കാനില്ല. ഷാഹിനയുടെ ഉമ്മയുടെയും വാപ്പയുടെയും ജീവിതത്തിന്റെ കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതല്ലേ? ആ പങ്കജാഷൻ, താനിത് എവിടാണ്? കൊട്ടലപ്പാട്ടെന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ വീടോ? ഛേ, നിങ്ങൾ തന്നെ കൂടെ തന്നെ അങ്ങോട്ട് പോയത്? ആ ഇനിയിപ്പം അവിടെ തന്നെ നിൽക്കും, ഞാൻ അങ്ങോട്ട് വന്നോളാം. ആ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒരുവിധം നേരെയാക്കിയിട്ടുണ്ട്. ഇല്ലില്ല, ഞാൻ ഡൈവോഴ്സ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് മൂവ് ചെയ്തേക്കുന്നത്. ആ ശരി, എന്നാ ഇനിയിപ്പോൾ അവിടെ നിൽക്കും, ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. ആ ഓക്കെ എന്നാ. ഈ വേലിക്കെട്ടൊക്കെയാണ് ആദ്യം പൊളിച്ചു കളയേണ്ടത്. മനുഷ്യനെ ഇതുവഴി കൂടെ ഇറങ്ങുകയും കയറുകയും ചെയ്തത്.
ദൈവമേ. മാഡം, സാറാമ്മ മാഡം. ആ ഇതാര്? വേട്ടക്കാരനോ? വേട്ടക്കാരനോ? ഞാൻ മജീദ് മാഡം. തന്നെ പിന്നെ വേട്ടക്കാരെന്നല്ലാതെ വേഴാമ്പലെന്ന് വിളിക്കണോടോ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവൻ. മാഡം എന്നെ വേട്ടക്കാരനോ വേഴാമ്പലെന്നോ വെട്ടുക്കിളിയെന്നോ എന്ത് വേണോ വിളിച്ചോ, പക്ഷെ സുലു എന്റെ ജീവനാ. എന്നിട്ടാണോ ആ ജീവനെ താൻ തല്ലിക്കൊല്ലാറാക്കിയത്? അത് പിന്നെ സ്നേഹത്തോടെ ഒന്ന് വിളിച്ചപ്പോ വരാത്തോണ്ട് ഇത്തിരി ശക്തമായ ഭാഷയിൽ വിളിച്ചതാ. ശക്തമായ ഭാഷ വിളിക്കാൻ അവർ നിങ്ങളുടെ അടിമയാ? അല്ല മാഡം, എന്റെ ഭാര്യയാണ്. അയ്യ, മാഡത്തോട് തർക്കിച്ച മാഡമേ ജയിക്കും. അപ്പൊ അത് തനിക്ക് അറിയാം. താൻ ചെയ്തത് മുഴുവൻ തെറ്റാണ്, നല്ല ബോധ്യമുണ്ടല്ലേ? അതെ, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല, സത്യമാണ്. അതുകൊണ്ട് മാഡം അവളെ എന്റെ കൂടെ പറഞ്ഞയക്കണം. അയ്യോ, തന്റെ കൂടെ അല്ല, അവരിനി കുടുംബ കോടതിയിലേക്കാ പോകാൻ പോകുന്നത്. ആഹാ, സുലുവിന് കുടുംബ കോടതി ജോലി കിട്ടിയോ? ആ, ജഡ്ജിയുടെ അടുത്തിരുന്നിട്ടേ പുള്ളിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാന്നുള്ളത് ഞാൻ അവർക്ക് കൊടുത്തേക്കുന്ന ജോലി. എടോ, അവര് തന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാ. പടച്ചോൻ ചതിക്കല്ല, അവരെ രക്ഷിക്കുക ചെയ്തത്. താൻ പോയി തന്റെ പണി വല്ല നോക്കടോ. ഇനി അവര് തന്റെ ഒപ്പം വരാൻ പോകുന്നില്ല. എന്തിനു നിൽക്കുന്നേ? പൊക്കൂടെ. പൊക്കോളാം. അല്ല, ഒരു പ്രാവശ്യം കൂടെ. എന്താണേലും ഇനി അവരെ തന്റെ കൂടെ വെച്ച് പൊറപ്പിക്കത്തില്ല. പൊറപ്പിക്കരുത്. ആ ഇല്ല, നമുക്ക് കുടുംബ കോടതി കാണാം. ഈ മാഡത്തിന് ഇത് എന്തിന്റെ കുഴപ്പമാണ്? എന്നാലും എന്റെ സുലു, നീ എന്നെ ഡൈവോഴ്സ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലേ? അങ്ങനെ വിട്ടാ പറ്റൂലല്ലേ? എന്നെ വേണ്ടാത്തവരാ എനിക്കും വേണ്ട. അല്ല പിന്നെ അവരായിട്ട് തുടങ്ങിയതല്ലേ, അവരായിട്ട് തന്നെ തീർക്കട്ടെ, അത്രേ ഉള്ളൂ. എന്താ അമ്മ? ഇല്ല, പറ. മോക്കുമ്മയുടെ ദേഷ്യമുണ്ടോ? ദേഷ്യോ? എന്തിന്? അല്ല, മോക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ ദേഷ്യമൊന്നും ആരോടില്ല. വിഷമമുണ്ട്. അതെന്തിനാ ഇപ്പം വിഷമം? അത് ഉമ്മ ഇന്ന് വാബയെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചാ വിട്ടെ. അത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റൂല. അത് കൊള്ളാം. അപ്പൊ എന്റെ വിഷമം നീ കാണുന്നില്ലേ? അതിലും എനിക്ക് വിഷമമുണ്ട്. രണ്ടും എനിക്ക് വിഷമം തന്നെയാ ഉമ്മ. എല്ലാത്തിനും കാരണക്കാരി ആ സാറാമ്മയാ. സാറമ്മ മേഡം എന്ത് ചെയ്തു? സാറാമ്മ മേഡം അവരെന്തിനാ ഈ പ്രശ്നത്തിന്റെ ഒക്കെ ഇടയ്ക്ക് കയറി ഇടപെടാൻ പോയത്? ഉമ്മ പറഞ്ഞിട്ടല്ലേ ഇടപെട്ടെ. ഉമ്മയല്ലേ പറഞ്ഞ വാപ്പ അതെല്ലാം വന്നെന്ന്. അപ്പോഴത്തെ ഒരു മൂഡിന് ഞാനങ്ങ് പറഞ്ഞതാ. അങ്ങനെ തല്ലാനൊന്നും വന്നില്ലല്ലോ, കൈ പൊക്കിയതല്ലേ ഉള്ളു. എന്നിട്ട് കൈ പൊക്കി നല്ലല്ലോ പറഞ്ഞ്. തല്ലാൻ വന്നു മാഡം, തല്ലാൻ വന്നു എന്നല്ലേ പറഞ്ഞേ. അതെന്താന്നറിയോ, വാപ്പ ഞാനിവിടെ വഴക്കിടുമ്പോൾ ഇതുപോലെ എനിക്ക് ഉത്തരം മുട്ടുന്ന സമയത്ത് ഞാൻ കിടന്ന് അലറിക്കറി. അപ്പൊ ഈ ജാനകിയും സുന്ദരിയൊക്കെ ഓടി വരും. അത് കണ്ടോണ്ട് വാപ്പ അങ്ങ് ഇറങ്ങിപ്പോവും. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളങ്ങ് കോംപ്രമൈസ് ആവും. അതുപോലെ ആവുമെന്നാ ഞാൻ വിചാരിച്ച്. എന്റെ ഉമ്മ അവിടുത്തെ പോലല്ല ഇവിടെ നിന്ന് അറിഞ്ഞൂടെ. ഈ സാറമ്മ മേഡത്തിന്റെ ക്യാരക്ടറും അങ്ങനെയാ. അവരാണെങ്കിൽ സ്ത്രീകൾക്കെതിരെ എവിടെ എന്ത് സംഭവിച്ചാലും കയറി ഇടപെടും, പ്രതികരിക്കും. നീ സാറാമ്മയുടെ പക്ഷമാണോ അതോ എന്റെ പക്ഷമാണോ? കണ്ട 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 അവള് തപ്പി കളിക്കുന്ന കണ്ട. നീ പറ, എന്റെ പക്ഷമാണോ സാറാമ്മയുടെ പക്ഷമാണോ? എനിക്കറിയാം നീ നിന്റെ വാപ്പയുടെ പക്ഷമാ. അതിന് ഉമ്മ ഇപ്പൊ പറഞ്ഞ ഓപ്ഷനിൽ വാപ്പ ഇല്ലായിരുന്നല്ലോ. ഉമ്മയും സാറമ്മയുടെ ഉള്ളായിരുന്നു. ഇപ്പൊ എവിടുന്ന വാപ്പ വന്നേ? ഉമ്മ എന്തൊക്കെയാ ഈ പറയണേ? എനിക്കും അറിയത്തില്ല. ഉമ്മ, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. വാപ്പ ഇവിടെ നല്ല വിഷമിച്ചാ പോയത്. ഇത് തമാശയായിട്ട് കാണല്ലേ. എനിക്കുണ്ട് വിഷമം. അതെ, രണ്ടുപേർക്കും വിഷമമുള്ള സ്ഥിതിക്ക് നമുക്ക് ഇതൊക്കെ കോംപ്രമൈസ് ചെയ്താലോ? എന്നാ പിന്നെ കോംപ്രമൈസ് ആക്ക. എന്നാലേ വാപ്പ ഉമ്മ ഒന്ന് വിളിക്ക്. ഞാൻ വിളിക്കൂല. എന്താ? ഭാര്യയും ഭർത്താവോടെ വഴക്കിട്ടാലേ ഭർത്താവ് വേണം ഭാര്യയെ വിളിക്കാൻ. അത് പണ്ട് മുതലേ ഉള്ള ആചാരമാ. ഞാനായിട്ട് ഇനി ആചാരം ഒന്നും തെറ്റിക്കൂല. നിന്റെ വാപ്പയോട് എന്നെ വിളിക്കാൻ പറ. എന്റെ ഉമ്മ. ഏത് പെണ്ണാടാ നിന്നെ ചതിച്ചേ? പെണ്ണല്ല, എനിക്ക് നിന്നെ ചതിച്ചൂന്നോ? ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയെന്ന്. നമ്മുടെ ഫാമിലി ഗ്രൂപ്പില്ലേ, അതിൽ നിന്ന് ഒഴിവാക്കി. നിന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമായിരുന്നു. നീ ഇക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതാ നിന്നെ ഒഴിവാക്കി. ഇക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പിടിച്ച് കൈ കെട്ടിച്ചു കൊടുത്തു. ജമാലേ,
പിന്നെ വല്ലാത്ത ഒരു ജാതി മോശം പരിപാടിയല്ലേ കാണിച്ചേ. എന്റെ മാമ വാപ്പയ്ക്ക് അറിയാതെങ്ങാനും പറ്റിയതായിരിക്കും, അല്ലാതെ വാപ്പ അങ്ങനൊന്നും ചെയ്യൂല. അറിയാതെ എങ്ങനെയാണോ പറ്റിയ? ഇത് വലിയ മോശം കാര്യല്ലേ? നീ വിളിച്ച് നേട് ചെയ്യാൻ പറയപ്പോ. അത് പിന്നെ പറയാം. ഇപ്പൊ തന്നെ പറയണോ? ഒന്ന് വിളിച്ച് ആഡ് ചെയ്യാൻ പറ, അല്ലെങ്കിൽ ഇത് തലവേദനയാ. വാപ്പയോട് പറയാൻ പറ്റിയ ടൈമാണല്ലോ. പടച്ചോൻ കാണൂതോ കേട്ടോ. ഉമ്മ എന്താ? അതെ, ഉമ്മയുടെ ഫോണ് കയ്യിലില്ലേ? ഇല്ല, ഞാൻ അടുക്കളയിൽ വെച്ച്. എന്ത്? അതെ, ചെറിയൊരു കുഴപ്പമുണ്ട്. ഷാന, നീ കാര്യം പറ. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ നിന്നേ വാപ്പ ജമാലുമാമെ മാത്രല്ല റിമൂവ് ആക്കിയേ, പിന്നെ ഉമ്മേനെ റിമൂവ് ആക്കി. എന്താ? നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ നിന്നേ വാപ്പ ഉമ്മേനെ റിമൂവ് ചെയ്തു. അമ്മ